സേവ് ബോക്സുമായി നടൻ ജയസൂര്യയ്ക്ക് ബ്രാൻഡ് അംബാസഡർ എന്ന നിലയിൽ ഒരു കരാർ ഉണ്ടായിരുന്നു എന്നതാണ് ഇഡിക്ക് വ്യക്തമായത്. ഈ കരാറാണ് താരത്തിന് വിനയായത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. അപ്പോൾ പരസ്യത്തിലും മറ്റുമൊക്കെ അഭിനയിച്ചതിൻ്റെയൊക്കെ ഭാഗമായിട്ട് പ്രതിഫലം ഇനത്തിലടക്കം താരത്തിന് ഈ സേവ് ബോക്സിൽ നിന്ന് പണം കിട്ടിയിട്ടുണ്ട് എന്ന കണ്ടെത്തലിലാണ് ഇഡി ഉള്ളത്. അപ്പോൾ ആ പണം പ്രൊസീഡ്സ് ഓഫ് ക്രൈമായി കണക്കാക്കേണ്ടി വരും എന്നതാണ് ഇഡി സംഘം വ്യക്തമാക്കുന്നത്. കാരണം സേവ് ബോക്സ് ഒരുപാട് പേരെ കബളിപ്പിച്ച വഞ്ചിച്ച ഒരു സ്ഥാപനമാണ്. തട്ടിപ്പിലൂടെ അവർക്ക് ഒരുപാട് പണം കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്നായിരിക്കും ജയസൂര്യയ്ക്ക് പണം പോയിട്ടുണ്ടാകുക എന്ന നിഗമനത്തിലാണ് ഇഡി ഉള്ളത്. ജയസൂര്യയ്ക്കൊപ്പം ഭാര്യ സരിതയെയും ഇഡി ചോദ്യം ചെയ്തിരുന്നു. ജയസൂര്യയുടെ സാമ്പത്തിക ഇടപാടുകളിലടക്കം സഹായിക്കുന്ന വ്യക്തിയാണ് അവർ എന്ന നിഗമനത്തിലാണ് ഇഡി ഉള്ളത്. മാത്രമല്ല സേവ് ബോക്സിൽ നിന്ന് അവരുടെ അക്കൗണ്ടിലേക്കും പണം വന്നിട്ടുണ്ടോ എന്ന സംശയവും ഇഡിക്കുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ആ നടപടിക്രമങ്ങൾ. നേരത്തെ പോലീസ് പിടിയിലായ ഈ സേവ് ബോക്സിൻ്റെ ഉടമ സാത്തിക് റഹീമിന് ഒരുപാട് സിനിമാക്കാരുമായി വലിയ ബന്ധമുണ്ട്. അപ്പോൾ ജയസൂര്യയ്ക്കൊപ്പം സഹകരിച്ച മറ്റ് താരങ്ങളെ കൂടി വിളിച്ചു വരുത്താനുള്ള നീക്കമാണ് ഇപ്പോൾ ഇഡി സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ തനിക്ക് സേവ് ബോക്സുമായി മറ്റിടപാടുകളില്ല, അതോടൊപ്പം തന്നെ തട്ടിപ്പിൽ പങ്കാളിത്തമില്ല, മാത്രമല്ല കരാർ പ്രകാരമുള്ള തുക പൂർണ്ണമായും ലഭിച്ചില്ല തുടങ്ങിയ കാര്യങ്ങളാണ് ജയസൂര്യ മൊഴിയായി നൽകിയിരിക്കുന്നത് എന്നതാണ് വിവരം. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കും എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ ലേല ആപ്പ് എന്ന നിലയിൽ സേവ് ബോക്സ് പ്രവർത്തിച്ചിരുന്നത്. ഇതിൻ്റെ ഫ്രാഞ്ചൈസി അതോടൊപ്പം തന്നെ ലാഭവിഹിതം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് ഒരുപാട് പേരെ കബളിപ്പിച്ച് ലക്ഷങ്ങൾ തട്ടി എന്നതായിരുന്നു ഇയാൾക്കെതിരെയുള്ള കേസ്. നേരത്തെ തൃശ്ശൂർ പോലീസാണ് ഈ സാത്തിക് റഹീമിനെ അറസ്റ്റ് ചെയ്തത്. അതിനുശേഷമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഏറ്റെടുക്കുകയും ഇപ്പോൾ നിരവധി പേരെ ചോദ്യം ചെയ്യുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിട്ടുള്ളത്. ക്യാമറമാൻ ശരത് തമ്പാട്ടുകാവിനൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.